അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്, എന്താണ് അങ്ങേക്ക് എന്തെങ്കിലും മറ്റു പ്ലാനുകളുണ്ടോ, മറ്റെന്തെങ്കിലും പാർട്ടി രൂപീകരിക്കാനുള്ള ഉദ്യമമാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ വാക്കെന്നെ അറിയാം, നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയാം, ഒരൊറ്റ വാചകം പറഞ്ഞോളൂ മഹാനായ VS, അതെല്ലാം പാർട്ടി മറുപടി പറയും എന്ന് പറഞ്ഞ പാർട്ടിക്ക് വിധേയനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിന്നും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ തെളിയിച്ച VS-നെ നിങ്ങൾ തെറ്റായി വായിക്കുകയാണത്. അദ്ദേഹം പാർട്ടി പിന്നീട് പറഞ്ഞ മറുപടി എന്താണ്? പിണറായി വിജയൻ അതിനുശേഷം തത്സമയം കേട്ട ആളാണ് ഞാൻ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? VS-ന്റെ സമര ചരിത്രത്തെ അദ്ദേഹം ഒരു നിലയ്ക്ക് ആക്ഷേപിക്കുന്ന നിലയെടുക്കുക പോലും ചെയ്തു. കാലിൽ എന്തെങ്കിലും കൊണ്ടുകയറി എന്നുള്ളത് ത്യാഗമല്ല, രക്തസാക്ഷികളുടെ ത്യാഗമാണ് വലിയ ത്യാഗം. പാർട്ടിക്ക് മേലെ വളരാമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് അന്നത്തെ പിണറായി വിജയനിൽ നിന്നുണ്ടായി വരുന്നത്. അതല്ലേ നമ്മൾ കണ്ടത്? അതാണ് പാർട്ടി പറഞ്ഞ മറുപടി. എന്ന് വെച്ചാൽ VS-ഉമായിട്ട് തെറ്റിയിട്ടാണ് പാർട്ടി ഉള്ളത് എന്ന് പറയുന്നു. VS പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയിലേക്ക് എത്തിയെന്ന് പബ്ലിക്കായി പറഞ്ഞത് ആരാണ്? പിണറായി വിജയനാണ്. അപ്പൊ നിങ്ങൾ പറയാണ് പാർട്ടിയും VS-ഉം തമ്മിൽ അടയും ചക്കരയും പോലായിരുന്നു. VS കാര്യത്തിൽ പുറത്തിറങ്ങി തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന്. സഹിക്കാൻ കഴിയാതെ ഈ ആക്ഷേപ ശരങ്ങൾ, റിവാർഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് യുവതാരങ്ങൾ ഇറക്കിവിട്ട ഈ ആക്ഷേപ ശരങ്ങൾ ഉണ്ടല്ലോ, അത് സഹിക്കാതെയല്ലേ ആ വയോവൃദ്ധൻ ഇറങ്ങിപ്പോകുന്ന ആലപ്പുഴയിൽ നിന്ന്? അല്ല റജി? അല്ല നിഷാദെ, CPM-ന് ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് അല്ല CPM-ൽ അച്ചടക്ക ലംഘനം ആര് കാണിച്ചാലും അവരെ പരസ്യമായിട്ട് ശാസിക്കുന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രത്യേകത. ഈ സാക്ഷാൽ പിണറായി വിജയനെ ശാസിച്ചിട്ടുണ്ട്, PB-യിൽ നിന്ന് തരം താഴ്ത്തിയിട്ടുണ്ട്, അതേസമയം തന്നെ VS അച്യുതാനന്ദനെ തരം താഴ്ത്തിയിട്ടുണ്ട്, EMS നമ്പൂതിരിപ്പാടിനെ ശാസിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ്. അതിൽ ആ ശാസനയിൽ വഴങ്ങാത്ത നേതാക്കന്മാർക്ക് ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? അത് ആ വിമർശനം ഉണ്ടാവും, തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് VS. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. പലരും ശ്രമിച്ചല്ലോ. ഇപ്പൊ കുറെ ആളുകൾ വരുന്നുണ്ടല്ലോ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താ VS പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അല്ലെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തെല്ലാം ഒന്ന് VS അതിനുമെല്ലാം ഈ പാർട്ടിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് VS 14 വർഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നത്? അത് ജനങ്ങളുടെ പിന്തുണ, ഈ പാർട്ടി കൊടുത്ത അതിശക്തമായ പിന്തുണയാ. അത്രയ്ക്കും ലെജൻഡറി ഒരു സ്റ്റാറ്റസ് നിലനിർത്തിയ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 2006 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിട്ടില്ലേ? പ്രവർത്തിക്കുക എന്നുള്ള ഒരു പാർട്ടി 2006 ആരും മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനം എടുത്തില്ല. അവിടെ മലമ്പുഴ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയുടെ പേരെന്തായിരുന്നു ആദ്യം? M ചന്ദ്രൻ. പിന്നെ എങ്ങനെയാണ് VS അച്യുതാനന്ദൻ അവിടേക്ക് വന്നത്? തെരുവിൽ ജനങ്ങൾ ഇറങ്ങേണ്ടി വന്നു, പാർട്ടിക്കാർ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം മുഖ്യമന്ത്രിയായത്. മുഖ്യമന്ത്രി ആക്കാതിരിക്കാനാണ് പാർട്ടി നോക്കിയത്. എന്നിട്ട് എന്തെല്ലാം തരത്തിലുള്ള പിടിവലികൾ ഉണ്ടായി നമ്മൾ കണ്ടതാണ്. VS അച്യുതാനന്ദനെ പാർട്ടി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ VS-ഉം ആ നിലയ്ക്ക് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ബക്കറ്റിലെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഗോർബച്ചേവിന്റെ കഥയാണ് VS തിരിച്ചു പറഞ്ഞത്. അല്ലാതെ എല്ലാ വിമർശനങ്ങളും താൻ ചെയ്ത പാതകത്തിന്റെ പ്രതിഫലമാണ്, അത് താൻ സ്വീകരിച്ചേക്കാം എന്ന മട്ടിൽ വിധേയനായിരുന്നില്ല VS. പോരാടിക്കൊണ്ടാണ് അവസാനം വരെ നിന്നത് അദ്ദേഹം എന്നല്ലേ നമ്മുടെ മുമ്പിലുള്ള ചരിത്രം. ഞാൻ ഒന്ന് വരാമേ, താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ്.